Hi students, in this video we are going to discuss about demodulation. നമ്മൾ ഇതുവരെ മോഡുലേഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ നടക്കുന്ന പ്രോസസ്സാണ്. വെദർ FM മോഡുലേഷൻ ആണെങ്കിലും അല്ലെങ്കിൽ ഒരു AM മോഡുലേഷൻ ആണെങ്കിലും ബ്രോഡ്കാസ്റ്റിംഗ് സ്റ്റേഷനിൽ ഒരു ലാർജ് ഡിസ്റ്റൻസിലേക്ക് നമുക്ക് ഓഡിയോ സിഗ്നലിനെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അതിനെ ഒരു ഹൈ ഫ്രീക്വൻസി കാരിയർ വേവുമായി മോഡുലേറ്റ് ചെയ്യും. ബട്ട് നൗ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇൻവേഴ്സ് പ്രോസസ്സാണ്, ദാറ്റ് ഈസ് ഡീമോഡുലേഷൻ. ആൻഡ് ഡീമോഡുലേഷൻ ഹാപ്പൻ ചെയ്യുന്നത് നമ്മുടെ റേഡിയോ റിസീവറിലാണ്, അതായത് നമ്മുടെ കയ്യിലുള്ള നമ്മുടെ വീട്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റേഡിയോയിലാണ്. ഓക്കെ, സോ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡീമോഡുലേഷൻ. Now simply saying, demodulation is the process of extracting the information signal from the carrier wave or from the modulated wave. നമ്മളുടെ റേഡിയോൻ്റെ ഏരിയയിൽ ഓർ ആൻറ്റിനയിൽ എത്തുന്ന മോഡുലേറ്റഡ് വേവ് നിന്ന് ഓർ റേഡിയോ വേവ്സ് നിന്ന് ഇൻഫോർമേഷനെ ഓർ ഓഡിയോ സിഗ്നലിനെ സൗണ്ട് വേവിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡീമോഡുലേഷൻ. ഓക്കെ, so at the broadcasting station, modulation is done to transmit audio signal over very large distances to the receiver. And when the modulated wave is picked up by the radio receiver, it is necessary to recover the audio signal from it. And this process is accomplished in the radio receiver and it is called demodulation. So demodulation is the process of recovering the audio signal from the modulated wave. So it is the process of recovering the audio signal from the modulated wave. Now what is the necessity of the demodulation? Audio signal is contained in the sideband frequencies. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഫാക്റ്റാണത്. ദി സിഗ്നൽ, നമ്മുടെ ഓഡിയോ സിഗ്നൽ, ദാറ്റ് മീൻസ് അവർ സൗണ്ട് സിഗ്നൽ, നമ്മുടെ മ്യൂസിക് ഒരു റേഡിയോ വേവിലുള്ളത് അതിൻ്റെ സൈഡ് ബാൻഡ് ഫ്രീക്വൻസിയിലാണ്. Now നമ്മൾ മോഡുലേറ്റ് ചെയ്ത വേവ് ഓർ റേഡിയോ വേവ്സ് ആർ ഹൈ ഫ്രീക്വൻസി വേവ്. സോ ഇഫ് ദി മോഡുലേറ്റഡ് വേവ് ആഫ്റ്റർ ആംപ്ലിഫിക്കേഷൻ ഈസ് ഡയറക്ട്ലി ഫെഡ് ടു ദി സ്പീക്കർ, നോ സൗണ്ട് വിൽ ബി ഹേർഡ്. ബിക്കോസ് നമ്മൾ കൊടുക്കുന്ന വേവ് പിന്നെ ലൗഡ് സ്പീക്കറിലെത്തുമ്പോൾ ലൗഡ് സ്പീക്കറിൻ്റെ ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും. ഒരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്ത് തിരിച്ച് ഒരു ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യുമ്പോഴേക്കും ഫ്രീക്വൻസി മാറിയാൽ അടുത്ത വേവ് വന്നു കഴിഞ്ഞാൽ തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വൈബ്രേറ്റ് ചെയ്യും. അഥവാ ഹൈ ഫ്രീക്വൻസി വേവ് ആകുമ്പോൾ ഡയഫ്രത്തിന് ഒരു ഡയറക്ഷനിലേക്ക് വൈബ്രേറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് അടുത്ത ഡയറക്ഷനിലേക്ക് വൈബ്രേറ്റ് ചെയ്യാനുള്ള പൊളാരിറ്റി ചേഞ്ച് ഹാപ്പൻ ചെയ്യും. സോ ഡയഫ്രത്തിന് ഇൻ ഇഫക്റ്റ് മൂവ് ചെയ്യാൻ പറ്റില്ല ഓർ ഇൻ ഇഫക്റ്റ് നമ്മൾ സൗണ്ട് കേൾക്കില്ല. സോ ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ നമുക്ക് ആ സൗണ്ട് നമുക്ക് ഓഡിയോ റേഞ്ചിൽ നമ്മുടെ ഡയഫ്രം നമുക്ക് കേൾപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഓഡിയോ സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളതിന് ഡീമോഡുലേഷനിലേക്ക് പോവേണ്ടതാണ്. ഓക്കെ, സോ ഒന്നുകൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്താൽ, സോ ദിസ് ഫസ്റ്റ് നമ്മൾ ദിസ് ഈസ് റെപ്രസെൻറ്റിങ് ദി ഏരിയൽ ഓർ ആൻറ്റിന ഓഫ് ദി റേഡിയോ റിസീവർ. ഏരിയയിൽ നമ്മളിവിടെ എല്ലാ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ഓർ എല്ലാ റേഡിയോ സ്റ്റേഷനിൽ നിന്നുള്ള വേവ്സും വരും. അവിടെ നിന്ന് നമ്മളൊരു ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഏത് റേഡിയോ ഫ്രീക്വൻസിയാണോ ട്യൂൺ ചെയ്യുന്നത് ദാറ്റ് ഫ്രീക്വൻസി നമ്മൾ ട്യൂൺ ചെയ്തെടുക്കും. അതിനു വേണ്ടിയാണ് ബാൻഡ് പാസ് ഫിൽറ്റർ യൂസ് ചെയ്യുന്നത്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു യൂസ് ആൻ RF ആംപ്ലിഫയർ. And this RF amplifier will amplify the RF wave or modulated wave. നമ്മൾ ഏരിയൽ അല്ലെങ്കിൽ ആൻറ്റിന റിസീവ് ചെയ്ത വേവിനെ ആംപ്ലിഫൈ ചെയ്തു. നൗ ദിസ് ആംപ്ലിഫൈഡ് റേഡിയോ വേവ്സിനെ ഡീമോഡുലേറ്റ് ചെയ്യും. ആൻഡ് അവിടുന്ന് ഓഡിയോ സിഗ്നലിനെ നമ്മളതിനകത്തുള്ള സിഗ്നലിനെ സൗണ്ട് വേവിനെ മാത്രം വേർതിരിച്ചെടുക്കും. ആൻഡ് ദാറ്റ് വിൽ ബി അഗെയിൻ ആംപ്ലിഫൈഡ് ബൈ ദി ഓഡിയോ ആംപ്ലിഫയർ. ഓഡിയോ ആംപ്ലിഫയർ ആംപ്ലിഫൈ ചെയ്യുന്നത് നമ്മൾ ലൗഡ് സ്പീക്കറിലേക്ക് കൊടുക്കും. ലൗഡ് സ്പീക്കറാണ് നമുക്ക് സൗണ്ടായിട്ട് നമുക്കതിനെ ഒരു അനുഭവമായിട്ട് തരുന്നത്. ഓക്കെ, സോ ദീസ് ആർ ദി സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി റേഡിയോ ഇൻസൈഡ് അവർ റേഡിയോ റിസീവർ. നമ്മുടെ റേഡിയോ റിസീവറിൽ നടക്കുന്ന പ്രോസസ്സുകളാണ് നമ്മളിവിടെ കാണിച്ചത്. ഓക്കെ, നോ വാട്ട് ആർ ദി എസെൻഷ്യൽ സ്റ്റെപ്സ് ഇൻ ദി ഡീമോഡുലേഷൻ? ഫസ്റ്റ് ഫിഗറിൽ നമ്മൾ കാണിക്കുന്നത് നമ്മുടെ AM മോഡുലേറ്റഡ് വേവ് ആണ്. ദിസ് AM മോഡുലേറ്റഡ് വേവ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അതിനെ റെക്ടിഫൈ ചെയ്യും. സോ റെക്ടിഫിക്കേഷൻ നിങ്ങൾ ഫസ്റ്റ് ചാപ്റ്ററിൽ സ്റ്റഡി ചെയ്യും. സപ്പോസ് യു ഹാവ് എ ഡയോഡ്. ഈ ഡയോഡിന് ഞാൻ പോസിറ്റീവ് ബയാസ് ചെയ്തു. പോസിറ്റീവ് ബയാസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എൻഡിൽ പോസിറ്റീവ് പൊട്ടൻഷ്യലും കൊടുക്കുക, നെഗറ്റീവ് ടെർമിനലിൽ നെഗറ്റീവ് പൊട്ടൻഷ്യലും കൊടുക്കുക. ദെൻ വി ക്യാൻ സേ ദിസ് ഡയോഡ് ഈസ്
this diode is forward biased. Sorry, positive bias അല്ല, forward bias. Forward bias ചെയ്ത് കഴിഞ്ഞാൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. കറണ്ട് വിൽ പാസ് ത്രൂ ദി ഡയോഡ്. റിവേഴ്സ് ബയാസിലാണെങ്കിൽ ഡയോഡ് കണ്ടക്ട് ചെയ്യില്ല. സോ ഈ സിഗ്നൽ നമ്മൾ ഡയോഡിലൂടെ കടത്തി വിട്ടാൽ, സിമ്പിളായിട്ട് പറയുകയാണ്, ഡയോഡിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ പോസിറ്റീവ് ഹാഫ് സൈക്കിൾസിനെ കടത്തി വിടും, നെഗറ്റീവ് ഹാഫ് സൈക്കിളിനെ കടത്തി വിടില്ല. ബിക്കോസ് നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ ടൈമിൽ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ്. ദെൻ ഡയോഡ് വിൽ നോട്ട് കണ്ടക്ട്. So after that this negative half cycle will be removed and we will get this signal B. Now if I take the average of this signal, നമ്മളിപ്പോൾ ഇതിൻ്റെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മുകളിലുള്ള എൻവലപ്പ് കിട്ടും. മുകളിലുള്ള എൻവലപ്പാണ് ഓഡിയോ സിഗ്നൽ ഉള്ളത്. നമ്മൾ നേരത്തെ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ്റെ കേസിൽ പറഞ്ഞതാണത്. സോ നമ്മളിതിൻ്റെ ഒരു ജസ്റ്റ് നമ്മളിപ്പോൾ കിട്ടിയ ഈ ബി എന്നുള്ള നമ്മുടെ ഈ വേവിൻ്റെ ജസ്റ്റ് ആവറേജ് എടുത്താൽ നമുക്ക് സിഗ്നൽ ഇൻഫർമേഷൻ ഉണ്ട്. ആൾസോ നിങ്ങളിതിനകത്ത് കാണുന്ന ചെറിയ ചെറിയ വേവാണ് നമ്മുടെ RF വേവ് ഓർ കാരിയർ വേവ്. ഈ കാരിയർ വേവിനെ നമുക്ക് ഒഴിവാക്കാൻ എന്ത് ചെയ്താൽ മതി, ഒരു ഫിൽട്ടർ സർക്യൂട്ട് യൂസ് ചെയ്താൽ മതി. യൂസിങ് എ ഫിൽട്ടർ സർക്യൂട്ട് യു ക്യാൻ സെപ്പറേറ്റ് ദി ഓഡിയോ സിഗ്നൽ. സോ ഒരു ഫിൽട്ടർ സർക്യൂട്ടിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഹൈ ഫ്രീക്വൻസിനെ ഫിൽട്ടർ ചെയ്യുന്ന ഒരു സർക്യൂട്ടിലേക്ക് കടത്തി വിട്ടിട്ട് ലോ ഫ്രീക്വൻസി മാത്രം കടത്തി വിടുന്ന ഒരു സർക്യൂട്ടാണെന്നുണ്ടെങ്കിൽ ലോ ഫ്രീക്വൻസി നമുക്ക് കിട്ടും, ഹൈ ഫ്രീക്വൻസി അവിടെ തടയും. അപ്പോൾ നമുക്ക് ഈ ഓഡിയോ സിഗ്നൽ കിട്ടും. ഓക്കെ, സോ 2 സ്റ്റെപ്സ് പ്രോസസ്സിൽ ഫസ്റ്റ് കേസ് റെക്ടിഫൈ ചെയ്തു, സെക്കൻഡ് കേസ് ഓഡിയോ സിഗ്നൽ നമ്മൾ പിന്നെ സെപ്പറേറ്റ് ചെയ്തു. ഹൗ? യൂസിങ് എ ഫിൽട്ടർ. ഓക്കെ, സോ ദി AM റേഡിയോ റിസീവറിൽ what are the processes happening? First one, the receiving aerial must intercept a portion of the passing radio wave. Second, the desired radio wave is selected using tuned parallel LC circuits. Third step, the selected radio waves must be amplified by a tuned frequency amplifier. Then the audio signal must be recovered from the amplified radio wave. And ഈ കേസിലാണ് നമ്മൾ ഡിമോഡുലേറ്ററിൻ്റെ വർക്കിംഗ് ഡിസ്കസ് ചെയ്തത്. Then the audio signal must be amplified by a suitable number of audio amplifiers, and this amplified audio signal should be fed to the speaker for the sound productions. So these are the ഇത്രയും ഈ 6 സ്റ്റെപ്പായിട്ട് ഞാൻ പറഞ്ഞ പ്രോസസ്സാണ് ഒരു AM റേഡിയോ റിസീവറിൽ, ദാറ്റ് മീൻസ് നമ്മുടെ റേഡിയോയിൽ ഹാപ്പൻ ചെയ്യുന്നത്. So that's all about demodulation. Thanks.